കഴിഞ്ഞ ജനുവരി 24 മലപ്പുറം ഊർങ്ങാട്ടിരി കൂരങ്കല്ലിൽ കാട്ടാന കൃഷിയിടത്തിലെ കിണറ്റിൽ വീണത്. നമ്മൾ ആ കാഴ്ച കണ്ടതാണ്. നാട്ടുകാരുടെ മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധത്തിനൊടുവിലാണ് കാട്ടാനയെ വനം വകുപ്പ് കരയ്ക്ക് കയറ്റിയത്. അന്ന് കാട് കയറിയ ആനയടക്കം നിരവധി കാട്ടാനകൾ ഇന്നും പ്രദേശത്ത് ഭീതിയും നാശവും വിതച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രിയായാൽ പുറത്തിറങ്ങാൻ പോലും ആകാതെ ഭയപ്പെട്ടാണ് നാട്ടുകാരുടെ ജീവിതം. ആ മനുഷ്യർക്കൊപ്പം ആന നാശം വിതച്ച ഇടങ്ങളുടെ നമ്മുടെ മലപ്പുറത്തെ റിപ്പോർട്ടർ സംഘം ഒരു രാത്രി യാത്ര നടത്തി. ജനങ്ങളുടെ ഭീതി കണ്ടറിയുന്നതായിരുന്നു യാത്ര. അതൊന്ന് കണ്ടുവരാം. ഈ പടക്കുമായിട്ട് ഞങ്ങൾ അങ്ങാടി വരെ പോയിച്ച് വരും. ആന കിണറ്റിൽ നിന്ന് കയറ്റി വിട്ടതിന് ശേഷം വീണ്ടും വന്ന് ആന നശിപ്പിച്ചു. 4-ാം പൊക്കം വീണ്ടും വന്നു ആന ഇവിടെ ഇതിൻ്റെ മുകളിൽ തന്നെ ഇപ്പോഴും നിലവിൽ ഇതിൻ്റെ മുകളിൽ ആനയുണ്ട്. ഇത് രാത്രി ഒരു 11 മണിയോ 8 മണിയോ 9 മണിയാകുമ്പോഴത്തേക്കും ആന വീണ്ടും ഇവിടെ തന്നെ ഈ കൃഷി നശിപ്പിക്കാൻ വേണ്ടി വരും. ഇത് ഇവിടെ നിന്ന് പോകില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പുഴയിലെ വെള്ളമാണ് ഈ ആന ഡെയിലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വനത്തിൽ ആ വെള്ളമില്ല, തീറ്റയില്ല. ആനയ്ക്ക് യാതൊരു സൗകര്യവും ആനയ്ക്ക് കാട്ടിൽ നിൽക്കാനുള്ള ഈ വനമേഖലയിൽ ഒരുക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ആന വീണ്ടും കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്നത്. ഈ കിണറ്റിൽ നിന്ന് കയറ്റുന്ന ആനയെ നിരീക്ഷണത്തിൽ നിർത്താൻ പറഞ്ഞിട്ട് പോലും അത് കേൾക്കാതെ വനപാലകർ വീണ്ടും വനത്തിലേക്ക് വിട്ടേക്കുന്നത്. കോടതിയെ അവർ പുല്ലുവലിയാണ് കൽപ്പിച്ചേക്കുന്നത്. ഇതിലെയാണ് ആന ഇറങ്ങി വരുന്നത്. ഇത് ആ ഒരു ആനച്ചാലാണിത്. ഈ ആനച്ചാലിൽ കൂടെ ഇത് ഇറങ്ങി വരുന്നു. ഇവിടെ കൃഷിയിടം നശിപ്പിച്ചിട്ട് വീണ്ടും തിരിച്ച് ഇത് വേറെ ഇതിലേയും പോയിട്ടില്ല. ഇതിലേ തന്നെ പോയത്. അതുപോലെ തന്നെ സർക്കാർ പറയുന്നുണ്ട് ഫോറസ്റ്റിൻ്റെ അതിർത്തിയിലുള്ള മേഖലകളിലെ ഭൂമികൾ എടുക്കും എന്ന് പറഞ്ഞ് ഇവർ അപേക്ഷകൾ മേടിച്ചു. അവർ ആ ഭാഗത്ത് തിരിഞ്ഞില്ല, ഫണ്ടില്ല പറഞ്ഞു. ജനങ്ങളെ വെറും കബളിപ്പിക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്കാണ് ഇപ്പം ഇവർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നീങ്ങുന്നത്. കാര്യം ഇവർ വരുന്നുണ്ട്, ഇവർ എത്ര നേരം നിൽക്കും, ഇവരെ പോവും. ആന ഒരു 2:30-3 മണിയാകുമ്പോൾ ആന വരും. പക്ഷേ ഇവിടെ ഒരു ഔട്ട് വേണം. അതില്ലാതെ ഈ കൃഷിഭൂമിയിൽ ഒന്നും ജീവിക്കാം യാതൊരു മാർഗവുമില്ല ജനങ്ങൾക്ക്. പക്ഷേ ഇവർ വന്നുകൊണ്ട് കാര്യമില്ലല്ലോ. ഇവരെത്ര നേരം നിൽക്കും. ഇവരിപ്പോൾ വിളിക്കും, അവിടുന്ന് പനമ്പിലാവെന്ന് പറഞ്ഞ സ്ഥലത്തോട് വിളിക്കും. അപ്പോൾ ഇവരങ്ങോട്ട് പോകേണ്ടി വരും. ആന ഇവിടെ ഇറങ്ങും. 4:30 മണിക്ക് ഇവിടെ ആനയുണ്ട്. രാത്രി ആയി കഴിഞ്ഞാൽ എന്നും അങ്ങനെ തന്നെയാണോ? ഇതേ പരിപാടിയാണ് എന്നും. ഞങ്ങൾ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ഞങ്ങളിങ്ങനെ പന്തം കൊളുത്തി ഈ പാട്ടയും കൊട്ടി ഇങ്ങനെ പോവാണ്. പടക്കൊക്കെ കയ്യിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. പടക്കം എൻ്റെ മടിയിൽ എൻ്റെ മടിയിൽ പടക്കമുണ്ട്. ഇതുകൊണ്ടോ? ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവർ തന്ന പടക്കമാണ്. ഈ പടക്കം ഇത് ഗുണ്ടാണ്. ഇത് കൈ വെച്ച് പൊട്ടിക്കാൻ പറ്റിയല്ല. ഇത് എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് പൊട്ടിക്കാൻ പറ്റുള്ളൂ. ഈ പടക്കുമായിട്ട് ഞങ്ങൾ അങ്ങാടി വരെയും പോയിച്ച് വരും. നേരത്തെ വീടുകളൊക്കെ ഏറ്റെടുക്കാമെന്ന് സർക്കാർ പറഞ്ഞിരുന്നു. സ്ഥലം ഈ ഫോറസ്റ്റ് അതിർത്തിയിലുള്ള സ്ഥലങ്ങളൊക്കെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിരുന്നു. ഒരു ആധാരത്തിന് എത്ര 15 ലക്ഷം അങ്ങനെ എന്തോ കൊടുത്തിട്ട് അങ്ങനെ എടുക്കാന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കംപ്ലീറ്റ് പെൻഡിങ്ങിലാണെന്നാണ് കേട്ടത്. ഇവർ നിയമം കൈകാര്യം ചെയ്തിട്ടൊന്നും ഒരു കാര്യവുമില്ല. DFO റേഞ്ചർ മുകളിലുള്ളവർ വേണം. ഇവരവിടെ കറങ്ങുന്ന കസ ഇരുന്നിട്ട് ഇവരെ മാത്രം ഈ രാത്രിയിൽ വിട്ടിട്ട് കാര്യമില്ല. അവർക്കും ജീവനില്ലേ. അവരൊരു പണി ചെയ്യട്ടെന്ന് അവർ ജനങ്ങൾക്ക് വിട്ട് നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങളുടെ സംരക്ഷണം എന്ന് പറയട്ടെ. സർക്കാരും മുകളിലുള്ള ഡിപ്പാർട്ട്മെൻറ്റും മന്ത്രി അടക്കം. ഒരു രാത്രി ഉറങ്ങാൻ പോലും കഴിയാതെ പിറ്റേ ദിവസം ജോലിക്ക് പോലും പോകാൻ കഴിയാത്ത മനുഷ്യർ, അത്തരത്തിൽ പല വിധത്തിൽ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരുടെ ജീവിതമാണ് ഇപ്പോൾ നമ്മളും പങ്കുവെക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തുവൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, റിപ്പോർട്ടർ മലപ്പുറം.